ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മളൊരു സിമ്പിൾ സാമ്പാറാണ് തയ്യാറാക്കുന്നത്. വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇതിന് ഒത്തിരി പച്ചക്കറികളൊന്നും വേണ്ട കേട്ടോ, അല്ലാതെ തന്നെ നമുക്കിത് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇത് ചോറിൻ്റെ കൂടെയും ഇഡ്ഡലി ദോശൻ്റെ കൂടെയും നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പം നമുക്കിനി സമയം കളയാതെ വീട്ടിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ 100 ഗ്രാം പരിപ്പ് ഒരു കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് വേവിക്കുവാണേ. 1-2 വിസിൽ അടുപ്പിച്ച് പരിപ്പ് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാവേ. ഇനി നമ്മൾ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. പിന്നെ കുറച്ച് കടുക് ഇടുവാണേ. കൂടെ തന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഉണക്കമുളകാണേ. ഉണക്കമുളക് 5-6 എണ്ണം വേണം കേട്ടോ. അതൊന്ന് 2ആയിട്ട് മുറിച്ചിട്ട് നമുക്ക് ചേർക്കാവേ. ഇനി ഉണക്കമുളകിൻ്റെ കളർ ഒന്ന് ബ്ലാക്ക് കളറിലേക്ക് ആകുമ്പോഴത്തേക്കും നമ്മൾ ചുവന്നുള്ളി ചേർക്കണം. 20 ചുവന്നുള്ളിയോളം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് അരിയൊന്നും വേണ്ട, അതുപോലെ തന്നെ നമുക്ക് ചേർക്കാവേ. പിന്നെ 2 പച്ചമുളക് വട്ടം ഒന്ന് അടിച്ചിട്ട് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഇതുപോലെ ഒരു രീതിയിലേക്ക് ആകുമ്പോഴത്തേക്കും നമ്മൾ 2 തക്കാളി അരിഞ്ഞത് കൂടി ചേർക്കുവാണേ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി ഒന്ന് വഴന്ന് റെഡി ആവുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 നുള്ളു കായപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടി ഇത്രയും ചേർക്കുവാണേ. ഇനി ഒന്ന് ഇളക്കിയിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടി നമുക്ക് ചേർക്കാം. പിന്നെ കുക്കർ കഴുകി കുറച്ചുകൂടി വെള്ളം ചേർക്കണം. ഇതുപോലെ കുറച്ച് ലൂസായിട്ട് വരണം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് പുളിക്കായിട്ട് വാളംപുളി ചേർക്കുവാണ്. അപ്പോൾ അതൊരു നെല്ലിക്ക വലുപ്പത്തിൽ വെള്ളത്തിലിട്ട് നമ്മൾ നേരത്തെ വെച്ചേക്കണം കേട്ടോ. അതൊന്ന് കൈകൊണ്ട് തിരുമിയിട്ട് പുളി മാറ്റിയിട്ട് പുളിവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി കീറിയിടാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സിമ്പിളായിട്ടുള്ള സാമ്പാർ റെഡിയായി കഴിഞ്ഞു. ഇത് എത്ര സിമ്പിളാല്ലേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുമല്ലോ അല്ലേ. അപ്പം ഇനി അടുത്തൊരു സൂപ്പർ വീഡിയോയുമായി വേഗം തന്നെ കാണാം. ബൈ ബൈ, താങ്ക് യു.